കാഞ്ഞിരപ്പുഴ ഡാമിൽ അഴിമതിയുണ്ടെന്ന വാർഡ് മെമ്പർ റഫീഖ് തെക്കേതിലിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് വിജിലൻസ് സംഘം കാഞ്ഞിരപ്പുഴയിലെത്തിയത്. ഡാമിനകത്ത് നടക്കുന്ന പ്രവൃത്തികളിൽ അഴിമതിയുണ്ടെന്ന് കാണിച്ച് റഫീഖ് വിജിലൻസ്, മുഖ്യമന്ത്രി, കലക്ടർ, വകുപ്പ് മന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിരുന്നു. 18 കോടിയുടെ പ്രവൃത്തികളാണ് ഡാമിനകത്തും പുറത്തുമായി നടക്കുന്നത്. ചുറ്റുമതിൽ നിർമ്മാണം, പാരപ്പറ്റ് ഉയർത്തൽ, ഡ്രില്ലിംഗ്, ഗ്രൗട്ടിംഗ്, ഡാമിനകത്ത് കല്ലുപതികൾ തുടങ്ങി 10ലധികം പ്രവൃത്തികളാണ് നടക്കുന്നത്. ഇതിൽ മിക്ക പ്രവൃത്തികളിലും ക്രമക്കേടുണ്ടെന്നാണ് റഫീഖിന്റെ പരാതി. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള വർക്കുകൾ എന്ന് പറഞ്ഞാൽ 12 കോടി രൂപയോളം ചെലവ് വരുന്ന ഗ്രൗട്ടിംഗ് എന്ന് പറഞ്ഞൊരു വർക്കാണ്. ജനങ്ങൾ കാണുകയും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതുമായിട്ടുള്ളൊരു വർക്കാണ് ഡാമിൻ്റെ സേഫ്റ്റി. 12.5 കോടി രൂപയാണ് ഈ വർക്കിന് ചെലവഴിക്കാനുള്ളത്. 20% ബിലോയിലേക്കാണ് ഈ വർക്ക് എടുത്തിട്ടുള്ളത്. കാരണം ഈ ഒരു ഒറ്റ ഗ്രൗട്ടിംഗ് വർക്ക് കണ്ടുകൊണ്ടാണ് ഈ കമ്പനി ഈ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ചുറ്റുമതിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എസ്റ്റിമേറ്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് മാറ്റം വരുത്തി റീ എസ്റ്റിമേറ്റ് നടത്തിയിട്ടാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. ഡാമിനകത്ത് കരിങ്കല്ല് പാക്കിങ്, പഴയ കരിങ്കല്ല് പൊളിഞ്ഞ ഭാഗങ്ങൾ പൊളിച്ച് മാറ്റി നീക്കം ചെയ്ത് ആ കല്ലുകൾ ഉപയോഗിച്ച് തന്നെ നല്ല രീതിയിൽ ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതൊന്നും ഇപ്പോൾ അവിടെ ചെയ്തിരിക്കുന്ന പല ഭാഗങ്ങളും കഴിഞ്ഞതിനേക്കാൾ മോശം അവസ്ഥയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ആദ്യം പറഞ്ഞിരുന്ന പാരപ്പറ്റിൻ്റെ മുകളിൽ കൂടെ അടന്നു പോയ കല്ലുകളും ദ്രവിച്ച കല്ലുകളും മാറ്റി നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും 30 സെൻറ്റിമീറ്റർ കോൺക്രീറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്. എല്ലാ ഭാഗത്തും 30 സെൻറ്റിമീറ്റർ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ദ്രവിച്ച ഭാഗങ്ങൾ അങ്ങനെ നിർത്തിയിട്ടാണ് നല്ല ഭാഗങ്ങൾ പൊളിച്ചു മാറ്റിയിട്ടുള്ളത്. ചിപ്പ് ചെയ്തിട്ട് ഡാമിൻ്റെ അകഭാഗം ചിപ്പ് ചെയ്ത് എടുത്തിട്ട് അത് 5 സെൻറ്റിമീറ്ററോളം ആഴം കണ്ടതിന് ശേഷം ഒരു കെമിക്കൽ ലോഷൻ ഉപയോഗിച്ച് വേണം അത് പ്ലാസ്റ്ററിങ് ചെയ്യാൻ. എന്നാൽ ഇപ്പോൾ ചെയ്യുന്നത് 3-2 സെൻറ്റിമീറ്റർ മാത്രം അടത്തിയിട്ടാണ് ചെയ്യുന്നത്. ചുറ്റുമതിൽ നിർമ്മാണം നടക്കുന്നത് എസ്റ്റിമേറ്റിൽ പറഞ്ഞ കണക്കിൽ നിന്നും വിപരീതമാണ്. ഡാമിലെ വെള്ളത്തിന്റെ സൈഡ് കല്ലിന്റെ ജോയിന്റ് ഇളക്കിയെടുത്ത് പ്രത്യേകം മിശ്രിതം ഉപയോഗിച്ച് അടക്കേണ്ടത് എസ്റ്റിമേറ്റ് പ്രകാരം 5 സെൻറ്റിമീറ്ററാണ്. എന്നാൽ നിലവിൽ 2 സെൻറ്റിമീറ്റർ അളവ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇതിന് മാത്രം 12.5 കോടിയാണ് പദ്ധതിയിൽ മാറ്റിവെച്ചിട്ടുള്ളത്. ഇത് കരാറുകാരന് അഴിമതി നടത്താനെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. വിജിലൻസ് CI ശശിധരന്റെ നേതൃത്വത്തിലെത്തിയ സംഘം പരാതികൾ പരിശോധിച്ചു. പ്രാഥമിക പരിശോധനയാണ് ഇപ്പോൾ നടത്തിയത്. AE അനീഷ്, ASI-മാരായ സന്തോഷ്, ശിവദാസ്, CPO-മാരായ രതീഷ്, ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. വിവിധ പാർട്ടി പ്രതിനിധികളായ ബേബി ചെറുകര, രവി അടിയത്ത്, വീരാൻകുട്ടി, അരുൺ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു.